ഇതിന്റെ എല്ലാവർക്കും നമ്മുടെ ഫൺ പ്ലസ് ഡൈന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി രീതിയിൽ നമ്മൾ മൊയ്ത്തോ ഉണ്ടാക്കാൻ പോകുന്നു. മൊജിറ്റോ എന്നാണ് നമുക്കെല്ലാം ശരിക്കും അറിയാൻ പറ്റുന്നത്. പക്ഷെ സംഭവം നേരെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് മൊയ്ത്തോ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു 8 തരത്തിലുള്ള 8 വെറൈറ്റി രീതികൾ നമ്മൾ ഇന്ന് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതായത് നോൺ ആൽക്കോളിക് ആണ് കേട്ടോ. അപ്പം ഈ സംഭവം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ ഇടുന്ന നല്ല കിടുക്കാച്ചി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ ഗീവ് അവേ നല്ല അടിപൊളിയായിട്ട് താഴെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെല്ലുക, ആ വീഡിയോ നിങ്ങൾ എടുത്ത് കാണുക, പക്കായിട്ട് മത്സരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൊയ്ത്ത് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. വാ, നമ്മളപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഓരോ ഗ്ലാസ്സിനുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഒരു വാട്ടർ ലെമൺ, അതായത് നമ്മുടെ തണ്ണിമത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ 1-2 അനാർ കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത് എന്തായിരുന്നു നമ്മുടെ മൂസമ്പി, ഓറഞ്ച് അല്ല മൂസമ്പിയാണ്. പിന്നെ കുറച്ച് നാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ആപ്പിൾ, ചെറിയ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രാഷം ഫ്രൂട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓറഞ്ച്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിങ്ങ കുറെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ട സാധനങ്ങൾ. പിന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കിത് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ആദ്യം നാരങ്ങ എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ പരിപാടി തുടങ്ങാനായിട്ട് പോകാം. ഒരു നാരങ്ങ ഇതേപോലെ കീറുക. നാരങ്ങ ഇതേപോലെ കീറിയതിന് ശേഷം 4ആയിട്ട് മുറിക്കാം. അതിൻ്റെ നമ്മളിത് പിഴിയുന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി രീതി. അപ്പോൾ ഇതേപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയൊരു സ്ലൈസ് നമ്മളിങ്ങനെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. വേറൊന്നിനല്ല, നമ്മുടെ മേളിലൊരു ഡെക്കറേഷന് വേണ്ടിയാണ്. അപ്പം ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് കണ്ടാലും ആദ്യമേ നമുക്ക് കുറച്ച് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2.25 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത്, നമുക്കിനി അടുത്തതായിട്ട് പുതിനയില, നമുക്ക് കുറച്ച് പുതിനയില കൂടി, ഇതിന് നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ സാധനം കേട്ടോ. അപ്പോൾ ഇതുകൂടെ ഇട്ടതിന് ശേഷം ഒരു അല്പം പിഞ്ച് ഉപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അത് അത്യാവശ്യമൊന്നുമില്ല, ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പലക കഷ്ണം എടുക്കുക. പലകയിൽ ഇതിനായിട്ടൊരു സ്പെഷ്യൽ സാധനം. അപ്പോൾ അതും വെച്ച് നമുക്ക് നല്ലപോലെ നീട്ടിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് നല്ലപോലെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പം ഇതേപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഐസ് ക്യൂബുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സോഡ, നമ്മുടെ ക്ലബ് സോഡ എടുത്തിട്ട് കൊണ്ട് പൊട്ടിക്കുക. അതിൻ്റെ ചീ എന്ന് പറഞ്ഞ ശബ്ദം കേട്ടില്ലേ, അടിപൊളി. ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ചെറിയൊരു പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്പൂണ് വല്ലതും ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. നാരങ്ങയുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് തുടങ്ങിയാലോ. നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന നല്ല നമ്മൾ ആപ്പിൾ എടുത്തിട്ട് അതും ഇതേപോലെ തന്നെ 4 കഷ്ണമാക്കുക. 4 കഷ്ണമാക്കി, 4 പറ്റാവുന്നതിന് അത്രയും കഷ്ണമാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് ഇച്ചിരി ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും കഷ്ണം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ആദ്യമേ പഞ്ചസാര, മുമ്പ് ഇട്ടതുപോലെ തന്നെ സെയിം മെത്തേഡ്. അപ്പം ഇതേപോലെ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അല്പം ഉപ്പ് ഇതിലേക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് ഐസ് ക്യൂബ് ഇടാനുള്ളത്. അപ്പോൾ ഐസ് ക്യൂബ് നമുക്കൊന്ന് പൊട്ടിച്ചിടാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് ഒരല്പം പുതിനയില കൂടി ഇടാം. പുതിനയില ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണ് മുമ്പലത്തെ പരിപാടി, ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് സോഡ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്താണ് നമ്മുടെ
സ്പൂൺ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിന്റെ പരിപാടി ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആപ്പിൾ മൊയ്ito റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അടുത്തായിട്ട് നമ്മുടെ ഓറഞ്ചിന്റെ ജ്യൂസ് ഒക്കെ എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ ഓറഞ്ചിന്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞിട്ട് അല്ലിയായിട്ട് കിട്ടണം. അപ്പം എന്താ ഇതേപോലെ നമ്മുടെ ഓറഞ്ചിന്റെ തൊലിയൊക്കെ തന്നെ കളയാം. അപ്പോൾ നമുക്ക് ഓറഞ്ചിന്റെ അല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇനി അപ്പൊ നമുക്ക് അടുത്തതായിട്ട് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മതിയാവും അല്ലേ? ഒരല്പം ഉപ്പൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മതി. ഇനി ഒരു ചെറിയൊരു നാരങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞിടണം. ഒരു ചെറിയൊരു നാരങ്ങ, ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടി. ഓക്കെ, സെറ്റായി. അപ്പൊ ഇനി നമുക്ക് ഒരല്പം പുതിനയില കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇടിച്ചെടുക്കാം. അപ്പൊ നമുക്കിതിനെ ഒന്ന് ഇടിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിന്റെ പൾപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് പരിപാടി സോഡ. ഇനി ഇതൊരു സ്പൂണിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ നമ്മുടെ സംഭവം എന്താ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായില്ലേ? ായിട്ട് എടുക്കാനുള്ള സാധനം നമ്മുടെ അനാർ. അപ്പൊ അതിന്റെ അല്ലിയായിട്ട് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. കുടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്ന സാധനം നമ്മുടെ ഓറഞ്ച് ആട്ടോ. ഇനിയിപ്പോ ഇതിന്റെയൊക്കെ നമുക്ക് എന്താ തരത്തില്ല, നമുക്ക് നോക്കാം. അനാർ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് മാറ്റി വെക്കണം, മേളിൽ ഡെക്കറേഷന് വേണ്ടി വേണം. അപ്പം ഇത് നമുക്കൊരു കുറച്ച് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് മതിയോ. ഇനി ഒരല്പം നമ്മുടെ പുതിനയില കൂടി ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ഇട്ട് നമുക്കൊന്ന് ബാലൻസ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ഇടിച്ചെടുക്കാം. അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയല്ലേ, നല്ലപോലെ ഇടിക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും. നമ്മൾ ഒരുപാട് ഇടിക്കുന്നില്ല, ഇത്രയും മതി. ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനിയപ്പം ലാസ്റ്റ് ആയിട്ട് നമ്മുടെ സോഡ. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത്രയുള്ളതിൻ്റെ പരിപാടി. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഡെക്കറേഷൻ. അപ്പോൾ നമ്മുടെ മാനാരങ്ങ എടുക്കുന്നത്, മാനാരങ്ങ കൂടെ അനാർ എടുത്തിട്ട് ഇതിൻ്റെ മേളിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മൊയ്ito റെഡി. അടുത്തായിട്ടിരിക്കുന്നത് നമ്മുടെ മുസമ്പിയാണ്. മുസമ്പി ഇതാണ്ട് ഇതേപോലെ നമ്മൾ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് പൊളിച്ചിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മുസമ്പിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിലേക്കൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. പഞ്ചസാര കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. ഓക്കെ, പച്ചമാരെ നമ്മൾ അടുത്തായിട്ട് ഫ്രാഷാം ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രാഷാം ഫ്രൂട്ട് നമുക്കൊന്ന് മുറിച്ചിട്ട് വെച്ച് കൊടുക്കാം.
ഇതിലേക്ക് പുതിനയില ഇട്ടിട്ട് നമുക്കൊന്ന് നമ്മുടെ പഞ്ചസാര കൂടി അതിലേക്ക് ഇട്ടിടുക. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു നാരങ്ങയുടെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഒരല്പം ഉപ്പ് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മുടെ അടുത്തതായിട്ട് നമ്മുടെ ഗ്രേപ്സ് ആണ് ഉണ്ടാക്കാനായിട്ട് വന്നത്. ഗ്രേപ്സ് കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതും ഇടിച്ചെടുക്കണം. ഇതിലേക്ക് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് നമുക്ക് ഇട്ടിട്ട് നമ്മൾ ഇടിച്ചെടുക്കാം. ചെറിയൊരു പുളി കിട്ടാനായിട്ട് അല്പം നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ തണ്ണിമത്തങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടം പോലെ സാധനങ്ങൾ 8 എണ്ണം നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇതെല്ലാം കൂടെ ഒറ്റമായി നമുക്കിത് കുടിക്കാൻ പറ്റാത്ത നമ്മൾ ടേസ്റ്റിങ്ങിന്റെ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ നല്ല കിട്ടില്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ശരി, ബൈ.